പരുന്തുംപാറയിൽ വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കാൻ സ്ഥാപിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചുമാറ്റി. ചങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫ് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചുമാറ്റിയത്. വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. 2 മാസത്തേക്ക് പരുന്തുംപാറയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയെന്നും 15 ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കൽ നടപടിക്കായി നിയോഗിച്ചെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. കോടതി വിധികളും കൂടി അവലംബിച്ചു വേണം ചട്ടം രൂപീകരിക്കാൻ എന്നുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ നടന്നു വരികയാണ്. അക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് ഈ സഭയെ അറിയിക്കുകയാണ്. സാർ, ഇവിടെ നേരത്തെ ടൈസൺ മാഷ് സംസാരിച്ചപ്പോൾ ഉന്നയിച്ചതുപോലെ പരുന്തുംപാറയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇന്ന് ചില മാധ്യമങ്ങളിൽ വളരെ ഗൗരവത്തോടെ കൊടുത്തിട്ടുണ്ട്. പരുന്തുംപാറയിലെ വിഷയം ഉയർന്നു വന്നത്തിൽ ഘട്ടത്തിൽ തന്നെ പട്ടയം റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി അടിയന്തരമായ പരിശോധന നടത്താൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും ഇതുമായി ബന്ധപ്പെട്ട സാർ, ഇതിനകത്ത് ഒരു വ്യക്തതയുടെയും പ്രശ്നമില്ല. കേരളത്തിലെ ഗവൺമെന്റിന്റെ കർശനമായ അഭിപ്രായം ഞാൻ പറയാം. കേരളത്തിൽ കുടിയേറ്റക്കാരായ സാധാരണ ഭൂമിയില്ലാത്ത കുടിയേറ്റക്കാരായ മനുഷ്യർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ധാരണ. എന്നാൽ കയ്യേറ്റക്കാരായ ഒരാളെയും വെച്ചു പൊറപ്പിക്കാൻ ഈ ഗവൺമെന്റ് ഏതർത്ഥത്തിലും അളവിലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതിനൊരു കോംപ്രമൈസും ഇല്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അവിടെ ചിലരൊക്കെ മാറി വന്നത് HRMSന്റെ പേരിൽ, ഓൺലൈനിന്റെ പേരിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അത് ക്യൂ ലിസ്റ്റ് അനുസരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ അവസരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടാകും. ആര് മാറുന്നു എന്നുള്ളത് പ്രശ്നമല്ല. ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് കൃത്യമായി അതിന്റെ നിലപാട് പറയാം. ഒരു ഒരു കയ്യേറ്റക്കാരനെയും ആ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എവിടെയാണെങ്കിലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വലിയ വിസ്തൃതിയുള്ള സർവേ നമ്പറിൽ മൈനർ സർക്യൂട്ടുകളായിട്ടാണ് അവിടെയുള്ള പല മേഖലകളും ഉണ്ടാകുന്നത്. ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു ഈ വിഷയത്തിൽ താൽക്കാലികമായി പരിശോധിച്ച് നടപടിയെടുക്കാൻ. ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ നേരത്തെയുള്ള കാര്യം പറഞ്ഞങ്ങോട്ട് വരാം. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷവും ചില നടപടിക്രമങ്ങൾ അവിടെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട അവിടെ ആലോചിച്ച് ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ പഴയ ചട്ടം പറഞ്ഞാലാണ് പ്രത്യേകിച്ച് അറിയുക. IPC 144 പ്രകാരം, ഇപ്പോഴത്തെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 166 പ്രകാരം സാർ ഈ സ്ഥലത്ത് 2 മാസക്കാലത്തേക്കുള്ള നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരാളെയും ഇനി അങ്ങോട്ട് കിടക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല 15 റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ, പീരുമേട് താലൂക്കിൽ ഒഴികെയുള്ള 15 റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീം പ്രത്യേകമായി നിശ്ചയിച്ചു. അവിടെ ആ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ഉന്നതതല യോഗത്തിലൂടെ ആ നടപടിക്രമങ്ങൾ എന്നേക്കുമായി അത്തരത്തിലൊരു കയ്യേറ്റവും ഇനി എവിടെയും വെച്ചു പൊറപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറ്റിയെടുക്കും എന്നുകൂടി പറയട്ടെ. ഇടുക്കി പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് ഇന്ന് സർവേ വകുപ്പ് ഡിജിറ്റൽ സർവേ തുടങ്ങും. മഞ്ചുമല, പീരുമേട് എന്നീ വില്ലേജുകളിലാണ് സർവേ നടക്കുക. മേഖലയിലെ സർക്കാർ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തും. ജില്ലാ കളക്ടർ നിയോഗിച്ച 15 അംഗ സംഘം രേഖകളുടെ പരിശോധനയും തുടങ്ങും. കയ്യേറ്റ ഭൂമിയെന്ന് കണ്ടെത്തിയ മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441ലെയും പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534ലെയും രേഖകൾ വിശദമായി പരിശോധിക്കും. മേഖലയിൽ പട്ടയം കിട്ടിയ ഭൂമിയുടെ രേഖകളും റവന്യൂ വകുപ്പ് പരിശോധിക്കും. പരുന്തുംപാറയിൽ തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് കയ്യേറി നിർമ്മിച്ച കുരിശ് ഇന്നലെ റവന്യൂ സംഘം പൊളിച്ചുമാറ്റിയിരുന്നു. പരുന്തുംപാറയിലെ അന്വേഷണത്തിന്റെ പുരോഗതി എല്ലാ ദിവസവും ജില്ലാ കളക്ടർ നേരിട്ട് വിലയിരുത്തും. പരുന്തുംപാറയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 2-ാം തീയതി പരുന്തുംപാറയിൽ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുവാൻ ജില്ലാ കളക്ടർ പീരുമേട് LR തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഒപ്പം കയ്യേറ്റ ഭൂമിയിൽ പണികൾ നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ പരിശോധന നടത്തുവാനും നിർദ്ദേശിച്ചു. സജിത് ജോസഫിന് സ്റ്റോപ്പ് മെമ്മോയും നൽകി. എന്നാൽ ഇതവഗണിച്ച് കുരിശിന്റെ പണികൾ വെള്ളിയാഴ്ചയാണ് പൂർത്തിയാക്കിയത്. പണികൾ നടക്കുന്നത് ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. മറ്റൊരു സ്ഥലത്ത് വെച്ച് പണിത കുരിശ് ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തതെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. ശനിയാഴ്ച സ്ഥലത്തെത്തിയ തഹസിൽദാർ ഇനി പണികൾ നടത്തരുതെന്ന് നിർദ്ദേശിച്ചു മടങ്ങി. കഴിഞ്ഞയാഴ്ച പീരുമേട്ടിലെത്തിയ സജിത് ജോസഫ് ചില റവന്യൂ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായി വിവരമുണ്ട്.
കയ്യേറ്റ സ്ഥലത്ത് നിരോധനം ലംഘിച്ച പണികൾ നടത്തിയെന്ന് കണ്ടെത്തിയിട്ടും സജിത് ജോസഫിനെതിരെ കേസെടുക്കുവാൻ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതിനിടെ പരുന്തുംപാറയിലെ കുരിശിന്റെ മറവിലുള്ള കയ്യേറ്റം അംഗീകരിക്കാനാവില്ലെന്ന് CPI നേതാവ് KK ശിവരാമൻ പറഞ്ഞു. ജില്ലയിലെ എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥരും വിശുദ്ധന്മാർ അല്ലെന്നും കയ്യേറ്റത്തിനെതിരെ ജില്ലാ ഭരണകൂടം ശക്തമായ നിലപാടെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇല്ല, റവന്യൂ കർണാടകയിലൊന്നും അത്രമല്ല. ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അതിശക്തമായ നടപടിയാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനും ഒരിക്കലും സ്വീകരിക്കാത്ത വിധം കർക്കശമായ നിലപാട് സ്വീകരിച്ചിരുന്നു. 3 വില്ലേജുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. 15 അംഗങ്ങളുള്ള പ്രത്യേക ടീമിനെ തീരുമാനിച്ചു. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ തന്നെ നിയോഗിച്ചു. അവരുടെ ചുമതലയിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. പരുന്തുംപാറയിൽ മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ ഒരിടത്തും കയ്യേറ്റം അനുവദിക്കുകയില്ല എന്ന തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോൾ. 2018 ചിന്നക്കനാൽ പഞ്ചായത്തിൽ പാപ്പാത്തിച്ചോലയിൽ കുരിശ് സ്ഥാപിച്ച ഒരു 200 ഏക്കർ ഭൂമി ഒരു കുടുംബം സ്വന്തമാക്കിയിരുന്നു. അന്ന് യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ ആ ഭൂമി സർക്കാർ ഒഴിപ്പിച്ചെടുക്കുകയാണ് ഉണ്ടായത്. മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജില്ലയിൽ പലയിടത്തും ഭൂമി കയ്യേറാനുള്ള ശ്രമങ്ങളുണ്ട്. മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്യുന്നത് വിശ്വാസികൾ അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ പരുന്തുംപാറയിലാണെങ്കിൽ ഒരു റിസോർട്ട് ഉടമ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിനോടൊപ്പം അതിനോട് ചേർന്ന് ഒരു കുരിശ് സ്ഥാപിച്ചു എന്നാണ് അറിയുന്നത്. അത് തീർച്ചയായും അങ്ങേയറ്റം അപലനീയമായ നടപടിയാണ്. നമ്മുടെ രാജ്യം ലോകം കണ്ട ഏറ്റവും വലിയ ത്യാഗധനനായ ആചാര്യനായിരുന്നു യേശു ക്രിസ്തു. അടിമകളുടെ മോചനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂർത്തിമഭാവമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിൻ്റെ നാമധേയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ സർക്കാർ ഭൂമി കൈയേറുകയും അവിടെ റിസോർട്ട് സ്ഥാപിക്കുകയും ആ ഭൂമിയെല്ലാം സ്വന്തമാക്കി മാറ്റുകയും അങ്ങനെ മാറ്റുന്നതിന് വേണ്ടി ഈ മതചിഹ്നം ഉപയോഗിക്കുകയും ചെയ്യുന്ന അത്യന്തം ഹീനമായ നടപടിയാണ് ഈ പരുന്തുംപാറയിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതിനെതിരെ വളരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.